വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമ്മൾ ഒരു പോസ്റ്റ് റിക്വസ്റ്റോ അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് റിക്വസ്റ്റോ ഒക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് ഡാറ്റ കൂടെ പാസ് ചെയ്യേണ്ടി വരും. അതായത് സ്റ്റുഡൻറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്റ്റുഡൻറ്റിന് ഇൻഫർമേഷൻ ലൈക്ക് നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടെ നമുക്ക് പാസ് ചെയ്യേണ്ടി വരും. അത് പാസ് ചെയ്യുന്നതാണ് പേലോഡ് എന്ന് പറയും. പേലോഡായിട്ട് പാസ് ചെയ്യും, അല്ലെങ്കിൽ ബോഡി എന്ന് പറയും. ബോഡി അല്ലെങ്കിൽ പേലോഡ് എന്ന് പറയും. അപ്പോൾ ഈ പേലോഡ് നമുക്ക് പല രീതിയിൽ നമുക്ക് അയക്കാം. റോ ആയിട്ടൊരു ജേസൺ ആയിട്ട് അയക്കാം. ജേസൺ സെലക്ട് ചെയ്തിട്ട് ജേസൺ ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. നെയിം. അപ്പം നമ്മളിവിടെ ബോഡിയിൽ ഒരു ജേസൺ ആണ് അയക്കുന്നത്. ആ ജേസണിൽ 2 കീ വാല്യൂ പെയേഴ്സ് ഉണ്ട്, അതായത് നെയിമും പ്ലേസും ഉണ്ട്. ഇതാണ് നമ്മൾ അയക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു കസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്നത്? നമ്മൾ വേറെ തേർഡ് പാർട്ടി പാക്കേജസ് ഒന്നും ഉപയോഗിക്കാതെ നോഡിന്റെ ബിൽറ്റ് ഇൻ മൊഡ്യൂൾസ് മാത്രം ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുന്ന ഈ ഒരു API റെസ്റ്റ് API ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഈ റെസ്റ്റ് API എങ്ങനെ അത് ആക്സസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ട് ഇത് ആക്സസ് ചെയ്യുന്നത്. നമ്മൾക്ക് ആദ്യം നോഡിന്റെ ഒരു ബിൽറ്റ് ഇൻ ഡീകോഡർ, സ്ട്രിംഗ് ഡീകോഡർ മൊഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യണം. ഈ ഒരു മൊഡ്യൂളിൽ നമുക്കൊരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപിറ്റൽ, ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്ററിലാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. string decoder equal to string underscore decoder dot string decoder. ഇനി നമ്മൾ ആ ഒരു സ്ട്രിംഗ് ഡീകോഡർ ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പറയുന്നത് കോൺസ്റ്റ് ഡീകോഡർ ഈക്വൽ ടു ന്യൂ സ്ട്രിംഗ് ഡീകോഡർ ഓഫ്, അതിലേക്ക് നമുക്കൊരു എൻകോഡിങ് പാസ് ചെയ്യണം. അതായത് ഏത് ടൈപ്പിലുള്ള റിക്വസ്റ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതൊരു സാധാരണ നമ്മളെ JSON ഒക്കെ ആണെങ്കിൽ UTF-8 എന്ന് പറയും എൻകോഡിങ്, UTF-8. അപ്പോൾ ആ ഒരു എൻകോഡിങ് നമ്മൾ പാസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഡീകോഡർ കിട്ടിയിട്ടുണ്ട്. ഡീകോഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. പാസ് ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ പേലോഡ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നോർമലി നിങ്ങളൊക്കെ യൂട്യൂബ് വീഡിയോ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ആമസോൺ പ്രൈം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വീഡിയോ ഒക്കെ സ്ട്രീം ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സെർവറിൽ നിന്ന് അത് ഡൗൺലോഡായി നിങ്ങൾ ബ്രൗസറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിങ്ങിനാണ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു റിക്വസ്റ്റിലേക്ക് ഒരു ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഒരു സ്ട്രീമിംഗ് രീതിയിലാണ് ഒരു സെർവറിലേക്ക് ആ ഡാറ്റ കിട്ടുന്നത്. അതായത് നമ്മൾ ആ പാസ് ചെയ്യുന്ന ഡാറ്റ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ആ ഒരു സെർവറിന് കിട്ടുന്നത്. ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടേഴ്സ് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഡാറ്റ സെർവറിലേക്ക് കിട്ടുമ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സെർവർ എന്ത് ചെയ്യും? ഒരു ഇവന്റ് എമിറ്റ് ചെയ്യും. അതായത് നമ്മളൊരു സൈറൺ മുഴക്കുന്നത് പോലെ ഒരു ഇവന്റ് എമിറ്റ് ചെയ്യും. പറയും ഓക്കെ എനിക്ക് ഡാറ്റ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇവന്റ് എമിറ്റ് ചെയ്യും. ആ ഇവന്റിന്റെ പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. ആ ഇവന്റ് എന്തിലാണ് ഉണ്ടാവുക? റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ആ ഒരു ഇവന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇവന്റിൽ ലിസൺ ചെയ്യണം. ആ ഇവന്റിലേക്ക് നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുത്തിട്ട് പറയും ഓക്കെ ഡാറ്റ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? റിക്വസ്റ്റിൽ നമ്മൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓൺ അതിൽ നമ്മുടെ ആ ഒരു ഇവന്റ് പാസ് ചെയ്ത് കൊടുക്കണം. ഡാറ്റ, ഒരുപാട് ഇവന്റ്സ് ഉണ്ട്, അതിൽ ഡാറ്റ എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ടാവും. അതാണ് ഡാറ്റ വരുന്ന സമയത്ത് ഈ ഒരു ഇവന്റ് ലിസൺ ആവും. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കണം. ആ ഫംഗ്ഷനിലേക്ക് നമുക്ക് കിട്ടുന്ന ഡാറ്റ വരും. ഇനി ആ ഡാറ്റ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു ഡാറ്റേൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഡാറ്റ ഞാൻ പറഞ്ഞു കിട്ടുന്നത് ഓരോ സ്ട്രിങ് വൈസോ അല്ലെങ്കിൽ ക്യാരക്ടർ വൈസോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഒറ്റയടിക്കല്ല ആ ഒരു കംപ്ലീറ്റ് നമ്മളുടെ ഡാറ്റ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള നെയിമും പ്ലേസും ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല, പകുതിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും ഈ കിട്ടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺസ്റ്റ് ബോഡി, നമ്മൾ റിക്വസ്റ്റ് ബോഡി ആണല്ലോ. ബോഡി എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സ്ട്രിങ് ആയിട്ട്, ഒരു സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. JSON ആയിട്ടാണ് അയക്കുന്നതെങ്കിലും നമുക്കൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത്, കോൺസ്റ്റ് അല്ല അത് ലെറ്റ് ആക്കണം. കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ സ്ട്രിങ് ആയിട്ട്. അപ്പോൾ ലെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ് ഈ ഒരു ഡാറ്റ, കിട്ടുന്ന ഡാറ്റ എന്ത് ചെയ്യണം? ബോഡി പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ബോഡിനോട് ബോഡി ഈക്വൽ ടു ബോഡി പ്ലസ് നമുക്ക് എന്താണോ ഡാറ്റ, അതാണ് അതിന്റെ മീനിങ് ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ബോഡി പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സം ഈക്വൽ ടു സം പ്ലസ് 1 അല്ലെങ്കിൽ സം പ്ലസ് 2 എന്ന് പറയുന്നതിന് പകരം സം പ്ലസ് ഈക്വൽ ടു 2 അങ്ങനെ പറയാം. അതേപോലെ തന്നെയാണ് ബോഡി പ്ലസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ബോഡി ഈക്വൽ ടു ബോഡി പ്ലസ് എന്താണോ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എന്താണ് പാസ് ചെയ്യുന്നത്? നമുക്ക് ഡാറ്റ
ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ കിട്ടിയ ഡാറ്റ നമുക്ക് ഈ ഡീകോഡർ ഉപയോഗിച്ചിട്ട് എൻകോഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീകോഡർ ഡോട്ട് അതിലുള്ള റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കും. എന്നിട്ട് അതിലേക്ക് ഈ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബോഡി എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ ഡാറ്റ മേ ബി അത് നെയിമിന്റെ എൻ ആവാം അല്ലെങ്കിൽ കംപ്ലീറ്റ് നെയിം ആവാം, അങ്ങനെ അത് അവിടെ സ്റ്റോർ ചെയ്യും. ഇനി ഡാറ്റ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, സെർവറിന് മനസ്സിലാവണം ഡാറ്റ വരുന്നത് നിന്നു, അതായത് കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് കിട്ടി, ഇനി ഇപ്പോൾ ഡാറ്റയൊന്നും കിട്ടുന്നില്ല എന്ന് നമുക്ക് സെർവറിന് എപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ റിക്വസ്റ്റ് ഒരു ഇവന്റ് എമിറ്റ് ചെയ്യും, അതായത് ഒരു ഇവന്റ് പുറപ്പെടുവിക്കും. ആ ഒരു ഇവന്റിന് നമ്മൾ ലിസൺ ചെയ്യണം. ആ ഇവന്റിനെ പറയുന്ന പേരാണ് എൻഡ്. റിക്വസ്റ്റ് ഡോട്ട് എൻഡ്, റിക്വസ്റ്റ് ഡോട്ട് ഓൺ, അതിൽ നമ്മൾ എൻഡ് എന്ന് പറയുന്ന ഒരു ഇവന്റിന് ലിസൺ ചെയ്യണം. അതിനും ഇതേപോലെ തന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യും. അതിൽ പിന്നെ ഡാറ്റ നമുക്ക് കിട്ടാനില്ല, അതുകൊണ്ട് ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല, ഒരു എംപ്റ്റി കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അതായത് ഡാറ്റ വരുന്നത് നിന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മൾ പറയണ ബോഡി കഴിഞ്ഞല്ലോ, നമ്മളിവിടെ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മൾ ഡീകോഡർ ഉപയോഗിച്ച് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റൈറ്റിംഗ് നിർത്തണം. ആ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ബോഡി പ്ലസ് ഈക്വൽ ടു ഡീകോഡർ ഡോട്ട് എൻഡ്. ആ ഡീകോഡറിൽ എൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ റൈറ്റിംഗ് നിർത്താൻ വേണ്ടി നമ്മൾ പറയാണ്. അപ്പോൾ ഫൈനലി നമ്മൾക്ക് ഈ എൻഡ് ഇവന്റിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ബോഡി കംപ്ലീറ്റ് നമ്മൾ പാസ് ചെയ്ത് ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മളിവിടെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് എൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. അതായത് നമ്മൾ ഈ ഇവന്റിന് വെയിറ്റ് ചെയ്യാതെ കോഡ് അടുത്ത ലൈനിലേക്ക് പോകും. അപ്പം നമുക്ക് ഇനി വേണ്ടത് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നത് ഈ ഒരു ഡാറ്റ കംപ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മതി. അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്പോൺസ് ഡോട്ട് എൻഡ് ചെയ്യുന്നത് കൺസോൾ ലോഗ് ചെയ്യുന്നതൊക്കെ ആ ഒരു എൻഡ് ഇവന്റിന്റെ ലിസണറിന്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്നത്, അതിൽ ബോഡി ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഡാറ്റ ഉണ്ടാവില്ലല്ലോ, പിന്നെ എന്തിനാണ് ആ ഒരു എൻഡിന്റെ ഉള്ളിൽ കൊടുത്തെന്നുള്ളത്. ഈ എൻഡ് എന്ന് പറഞ്ഞ ഇവന്റ് എല്ലാ റിക്വസ്റ്റിനും എമിറ്റ് ചെയ്യും. ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ വന്നു കഴിഞ്ഞതിന് ശേഷം, ഇനി ഡാറ്റ ഇല്ലെങ്കിൽ അത് ഉടനെ തന്നെ എമിറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആ ഒരു എൻഡിന്റെ ഉള്ളിലാണ് നമ്മൾ റെസ്പോൺസ് കൊടുക്കേണ്ടത്. ഇനി നമുക്കിവിടെ ബോഡി ഒന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. പോസ്റ്റ്മാനിലൊന്ന് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്, ഞാൻ പോസ്റ്റ് ആക്കാം, എന്നിട്ട് റിക്വസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തു. കൺസോൾ ലോഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബോഡി ഞാൻ 2 പ്രാവശ്യം സെൻഡ് ചെയ്തുകൊണ്ടാണ്, ഒന്ന് ഗെറ്റിന് ഒന്ന് പോസ്റ്റിന് 2 പ്രാവശ്യം സെൻഡ് ചെയ്തു. ആ ഒരു ബോഡി നമുക്കിവിടെ ഒരു JSON ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.